ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വീട്ടു സാധനങ്ങൾ കൈപ്പറ്റുന്നില്ലല്ലോ വിക്രമിന്റെ വീട്ടുകാർ. അങ്ങനെ അത് തിരിച്ചു കൊണ്ടുപോവാണ് വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ. അപ്പോൾ വേദയുടെ അമ്മ ഇങ്ങനെ കരയാണ്. ഇങ്ങനെ കരയാതെ പത്മം, അതങ്ങ് വിട്ടേക്ക്. അമ്മയല്ലേ പറഞ്ഞത് വീട്ടു സാധനങ്ങൾ മോളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മര്യാദയാണെന്ന്. എന്നിട്ടിപ്പോ അവർ നമ്മളെ അപമാനിച്ചല്ലേ വിട്ടത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ വേദ പറഞ്ഞത് കേട്ടില്ലേ? അവരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്ത പോലെയാണ് അവർക്ക് തോന്നിയതെന്ന്. നമ്മളാ തെറ്റ് ചെയ്തത്. നമ്മളിപ്പോ അങ്ങോട്ടേക്ക് ഇതൊന്നും കൊണ്ടു ചെല്ലണ്ടായിരുന്നു എന്ന് പറയട്ടെ മുത്തശ്ശി. പത്മം, നീ കമല പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? അവരവളെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. വൈകാതെ മറ്റുള്ളവരും കൂടി അവളെ മരുമകളായിട്ട് അംഗീകരിക്കും. ആ സമയത്ത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയത് അന്ന് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കട്ടെ മുത്തശ്ശി. സുധാകരൻ മാഷ പകരം നമ്മുടെ ശങ്കരനായിരുന്നെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും പെരുമാറുക. അതെ അമ്മേ, ശങ്കരേട്ടന് ഇതൊന്നും സഹിക്കില്ല. നമ്മളിവിടെ പോയി എന്ന് അറിഞ്ഞാൽ തന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അങ്ങനെ പോയെന്ന് അറിഞ്ഞാലല്ലേ എന്ന് ചോദിക്കട്ടോ മുത്തശ്ശി. നീ ആ ഷോപ്പിലെ ആളെ വിളിച്ച് ഇതെല്ലാം തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ. സർവീസ് ചാർജ് ആയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ഈടാക്കിക്കോട്ടെ. അല്ലാതെ നമുക്കിപ്പോൾ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശരിയാ എന്നും പറഞ്ഞ് പത്മം ഫോൺ എടുത്ത് വിളിച്ച് പറയാണ്. തുടർന്ന് നമ്മുടെ കമലയാണെങ്കിൽ ഒരു ഗ്ലാസ് സംഭാരം എടുത്തിട്ട് വരികയാണ് കേട്ടോ മാഷിന് വേണ്ടിയിട്ട്. ഇതെന്താ സംഭാരം? ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ, ശ്രീജ കലക്കിയതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് മാഷിന് കൂടി എടുത്തു. അവളുടെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോയല്ലോ എന്ന് കരുതിയിട്ടാണോ എന്ന് പറയുമ്പോൾ, എന്താ മാഷേ ഇത്? അവൾ പറഞ്ഞില്ലേ, അവൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. മാഷ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. മാഷിനെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. അവരാ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നത് നമ്മൾ അപമാനിക്കാനല്ല മാഷെ. പിന്നെ ഞാനത് സ്വീകരിക്കണമെന്നായിരുന്നു നീയും പറയുന്നത്? നമ്മുടെ മോനും നിങ്ങളും അതൊരു യഥാർത്ഥ വിവാഹമായിരുന്നെന്ന് അംഗീകരിക്കുന്നത് വരെ ഞാനും അത് ചെയ്യില്ല. എങ്കിലും ആ കുട്ടി പറഞ്ഞതിൽ മാഷിന് എന്തെങ്കിലും തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ വിട്ടുകളാ മാഷെ എന്ന് പറയട്ടെ കമല. എനിക്ക് വിഷമമുണ്ടെന്ന് നിന്നോടാര് പറഞ്ഞു? ഈ മുറിയിൽ തനിച്ചിരിക്കണമെങ്കിൽ മാഷ എങ്ങനെയുള്ള സമയത്താ വന്നിരിക്കാന്ന് എനിക്കറിയാലോ എന്നിങ്ങനെ പറയുമ്പോൾ, ഞാൻ ചിന്തിക്കുകയല്ല കമലം, ആലോചിക്കുകയായിരുന്നു. ഞാൻ വന്നവരോട് കുറച്ചുകൂടി നന്നായിട്ട് തന്നെ പെരുമാറണമായിരുന്നു എന്ന് പറയണേ. അപ്പൊ കമല അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മാഷ ഒരു ചിരി ചിരിച്ചിട്ട് ആ സംഭാരം വാങ്ങി കുടിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ വിനയേട്ട, ആരെങ്കിലും ഈ മണ്ടത്തരൊക്കെ കാണിക്കോ? ഇതിന്റെ പേരെ അഭിമാനം എന്നല്ല, ദുരഭിമാനം എന്നാ. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതായിപ്പോയി. ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അച്ഛനെ അങ്ങ് മനസ്സിലാക്കിപ്പിച്ചേനെ. വെറുതെ പുളു അടിക്കാതെ വിനയേട്ട. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നല്ല, അതിന് എന്നെ കൊണ്ടല്ല ആരെ കൊണ്ടും കഴിയില്ല. എങ്കിലും നന്ദിനി, ഞാൻ ആലോചിക്കുക, അവർ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ അതേ വില കിട്ടില്ല എങ്കിൽ പിന്നെ വേണ്ടുന്ന ആൾക്ക് മറിച്ച് വിറ്റ അതിന് 4 കമ്മീഷൻ കിട്ടുമോ എന്ന് ഞാനൊന്ന് ആലോചിച്ചതാ എന്ന് പറയാട്ടോ. അങ്ങനെ എന്തായാലും ഒറ്റ നമ്പറിന്റെ മിസ്സിങ്ങിന് ബമ്പർ കയ്യിൽ നിന്ന് പോയ പോലെ ആയിപ്പോയി. അതിൽ വാഷിംഗ് മെഷീനും ഡിഷ് വാഷറും ഒക്കെ ഉണ്ടായിരുന്നു വിനേട്ടാ. ഇനി പണി എടുത്ത് നടു ഒടിയണ്ടെന്ന് വെച്ചതാ. അതിന് നീ എവിടെ പണിയെടുക്കുന്നു? മൊത്തം പണി ശ്രീജേടത്തിയല്ലേ എടുക്കുന്നത്? അയ്യടാ, ഞാനും ഇവിടെ പണി എടുക്കുന്നുണ്ട്. ദേ മനുഷ്യ, ഞാൻ വല്ലതും പറയും കേട്ടോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ പൊന്നെ. ഒക്കെ തൊളിച്ചത് നിങ്ങളുടെ അച്ഛൻ ഒറ്റൊരുത്തൻ കാരണം. സ്വന്തമായിട്ട് ഒരു ഗതിയില്ല, എന്നാലോ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല എന്ന് പറയാട്ടോ നന്ദിനി. തുടർന്ന് നമ്മുടെ ശ്രീജയാണെങ്കിൽ തുണി മടക്കി വെക്കുമ്പോൾ വിശ്വ അങ്ങോട്ടേക്ക് വരികയാണേ. വിശ്വട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേദ ചെയ്തതാണോ അച്ഛൻ ചെയ്തതാണോ തെറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നീ കാര്യം എന്താന്ന് പറ ശ്രീജെ, ഞാൻ പറഞ്ഞു തരാ എന്ന് പറയണേ. വേദയുടെ വീട്ടുകാർ വീട്ടു സാധനങ്ങളുമായിട്ട് ഇവിടേക്ക് വന്നത് തെറ്റാണോ വിശ്വേട്ടാ? അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു തെറ്റല്ല. പിന്നെ വേദ അച്ഛനെ ചോദ്യം ചെയ്തത് തെറ്റാണോ? നന്ദിനി പറയുന്നത് വേദ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാ. അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് പറയട്ടെ വിശ്വം. അതെന്താ വിശ്വട്ട അങ്ങനെ പറഞ്ഞേ? അച്ഛൻ അവരെ രൂക്ഷമായിട്ട് അപമാനിച്ച എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ. അതിന് വേദ അച്ഛനെ ഒന്നും പറഞ്ഞില്ലല്ലോ. വേദ അച്ഛനെ വീട്ടിനുള്ളിൽ കയറ്റി ഇരുത്തിയിട്ടല്ലേ ചോദ്യം ചോദിച്ചത്. അതിനർത്ഥം എന്താ? വേദയുടെ വീട്ടുകാരുടെ മുൻപിൽ വെച്ച് അച്ഛനെ അപമാനിക്കാൻ വേദയ്ക്ക് മനസ്സില്ല എന്നല്ലേ? വേദ പറഞ്ഞതുപോലെ അച്ഛനും വേദയുടെ വീട്ടുകാരെ വീട്ടിലിരുത്തിയാണ് സംസാരിച്ചിരുന്നതെങ്കിൽ അവർക്കും വിഷമം ഉണ്ടാവുമായിരുന്നില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, വിശ്വേട്ടൻ പറഞ്ഞത് ശരിയാ, എനിക്കിപ്പോൾ ഒരു കാര്യത്തിലേ സംശയമുള്ളൂ എന്ന് പറയുമ്പോൾ, ഇനിയും സംശയമോ? വേദയുടെ നിലപാടിനെ പറ്റിയോ അച്ഛൻ്റെ സ്റ്റാൻഡിനെ പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ, രണ്ടുമല്ല വിശ്വേട്ടൻ. ഇത്രയും അഭിമാനിയായിട്ടുള്ള അച്ഛൻ്റെ മകനായിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മളുടെ മകൾ എൻ്റെ വീട്ടിൽ നിൽക്കുക.
അവളുടെ അച്ഛൻ സ്വന്തമായിട്ട് അധ്വാനിക്കാതെ ഇവിടുത്തെ അച്ഛൻ്റെ സംരക്ഷണത്തിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മകളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടത്. അത് ഓർമ്മയുണ്ടല്ലോ വിശ്വേട്ടന്? പിന്നെ അത് ഓർമ്മയില്ലാതിരിക്കും, എൻ്റെ മകളല്ലേ. നമ്മൾ ഇടയ്ക്കൊക്കെ അവളെ പോയി കാണാറുണ്ടല്ലോ ശ്രീജെ. അങ്ങനെ ഇടയ്ക്ക് പോയി കണ്ടാൽ മതിയോ വിശ്വേട്ടാ? ഇപ്പോൾ തന്നെ വേദയുടെ വീട്ടുകാർ അവൾക്ക് വേണ്ടിയിട്ട് വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ? അതവർക്ക് അവളെ പറ്റി ഒരു വിചാരം ഉള്ളതുകൊണ്ടാ.